ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗസയുടെ പ്രദേശങ്ങൾ പിടിക്കാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ കടുത്ത പോരാട്ടം തുടരുമ്പോൾ മറുവശത്ത് കൂടി ഇസ്രായേലിന്റെ ഡിഫൻസ് ക്യാമ്പുകളും എയർപോർട്ടുകളും ലക്ഷ്യം വെച്ചുള്ള ഹൂത്തികളുടെ പുതിയ ക്ലസ്റ്റർ ബോംബാക്രമണം നെതന്യാഹുവിനെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് യുദ്ധം പെട്ടെന്ന് നിർത്താൻ നെതന്യാഹു തയ്യാറായത് എന്നോർക്കണം. അതും കേവലം 2 എണ്ണം മാത്രമേ ഇറാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നുള്ള കാര്യവും ഇസ്രായേൽ കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ ഉപയോഗിക്കുന്നതിനെതിരെ നെതന്യാഹു പരാതി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസൈലുകളിൽ ഘടിപ്പിക്കുന്ന അനേകം വാർ ഹെഡുകളുള്ള ക്ലസ്റ്റർ ബോംബുകൾ അതീവ അപകടകാരിയായതുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനെ ഭയപ്പെടുന്നത്. എതിർദിശയിൽ നിന്നും വരുന്ന മിസൈലുകളെ അയൺ ഡോം, താഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കാൻ കഴിയുന്നുണ്ടെങ്കിലും മിസൈൽ തകരുന്നതോടെ അതിലെ ചെറിയ കണ്ടെയ്നറുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന 100 കണക്കിന് ക്ലസ്റ്റർ ബോംബുകൾ ചിന്നിച്ചെതറി പൊട്ടിത്തെറിക്കുന്നതോടെ അതിഭയാനകമായ നാശനഷ്ടമാണ് സംഭവിക്കുക. സാധാരണയായി 1-2 ബോംബിട്ടാൽ പോലും അപകടവും നാശവും വർദ്ധിക്കുന്ന സ്ഥിതിക്ക് ഒരേ സമയം 100 കണക്കിന് ബോംബുകൾ പൊട്ടിത്തെറിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇസ്രായേലിലും സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ക്ലസ്റ്റർ ബോംബുകൾ സാധാരണക്കാർക്ക് കൂടുതൽ അപകടം വരുത്തുന്നത് കൊണ്ട് അതിന്റെ നിർമ്മാണവും വിതരണവും ഒക്കെ കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണിഷൻസ് നിരോധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇതിന്റെ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കൊണ്ട് യുദ്ധങ്ങളിൽ അവരിത് സാധാരണ ഉപയോഗിക്കാറുമില്ല. എന്നിട്ടും ലെബനനിൽ ഹിസ്ബുള്ളയെ നേരിടാൻ വേണ്ടി ഇസ്രായേൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബോംബുകൾ കൈവശം വെക്കാനോ ഉപയോഗിക്കാനോ നിയമമില്ലാത്തിടത്താണ് കഴിഞ്ഞ ദിവസം ടെൽ-അവീവ്, അഷ്കലോൻ പ്രദേശത്തേക്ക് ഹൂത്തികൾ 2 ക്ലസ്റ്റർ ബോംബുകൾ അയച്ചിട്ടുള്ളതായി ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരിക്കുന്നത്. ഹൂത്തികളെ സംബന്ധിച്ച് ഈ അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് അവർക്കിത് പ്രയോഗിക്കുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇറാനും അത് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഈ ബോംബുകൾ എടുത്ത് പ്രയോഗിക്കുന്നത്. അവർ ഇത്തരം ഉടമ്പടികളിലൊന്നും ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് അവരുടെ സൗകര്യം പോലെ ഉപയോഗിക്കാം. പക്ഷേ ഇസ്രായേൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അത് യുദ്ധക്കുറ്റത്തിൽ പെടുകയും ചെയ്യും. എന്നാൽ ഈ ഹൂത്തികളുടെ കൈവശം ഈ ബോംബുണ്ടെന്നുള്ള അറിവ് നെതന്യാഹുവിനെയും അയാളുടെ സൈന്യത്തെയൊക്കെ വല്ലാതെ ഒരു പരിഭ്രാന്തിയിലാണ് ഇപ്പോഴാക്കിയിരിക്കുന്നത്. ഈ ആക്രമണം ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അത് അവർ സാധാരണ പറയുന്നത് പോലെ ബങ്കറിലേക്ക് ഓടുന്നതിനിടയ്ക്ക് 2 പേർക്ക് വീണ് പരിക്കേറ്റിട്ടുള്ളൂ എന്ന് മാത്രമാണ് ഇപ്പോഴും അവരുടെ വിശദീകരണം. അവിടെ ആരും ഈ ബോംബ് പൊട്ടിയാൽ മരിക്കില്ല. എല്ലാവരും ഈ ബങ്കറിലേക്ക് ഓടുന്നതിനിടയ്ക്ക് വീണ് പരിക്ക് പറ്റി മുട്ടയിൽ തുലിപോവുകയാണ് ചെയ്യുന്നത്. അത് കാലങ്ങളായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇസ്രായേലിലെ ജനങ്ങളുടെ സൗന്യത്തിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു പുറത്തുവിടില്ല. മറുവശത്തുണ്ടാകുന്ന അപകടവും മരണവും ഒക്കെ അവർ കൃത്യമായിട്ട് കണക്കുകൾ പുറത്തുവിടുകയും ചെയ്യും. അതാണ് ഇസ്രായേലിൻ്റെ ഒരു തന്ത്രം എന്നുള്ളത്. അവരുടെ കാര്യങ്ങളും മറച്ചു വയ്ക്കുക. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഏറ്റവും അധികം ആളുകൾ ബങ്കറിലേക്ക് ഓടിച്ച ഒരു ആക്രമണമാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൂത്തികൾ ഇസ്രായേലിന് നേരെ നടത്തിയത്. അതിനേക്കാൾ ഇസ്രായേലിനെ ഏറ്റവും അമ്പരപ്പിച്ചത് ഈ 2 മിസൈലുകളെ അവർക്ക് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഒരു അന്വേഷണം അവരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ ഇതെല്ലാം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് ഉമ്മർ സ്ഥിരമായിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 2 മിസൈലുകളെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി അവരിപ്പം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമ്മാർക്കറിയാം അമ്മാരായിരിക്കുന്നതാണ് കൊള്ളുകയില്ല എന്നുള്ള കാര്യം. പക്ഷേ എന്നിട്ടും മറ്റുള്ളവർ കാണുമ്പോൾ എന്ത് വിചാരിക്കും? സാധാരണ അവർ പറയുന്നത് ഹൂത്തികൾ 2 മിസൈലുകൾ അയച്ചു, അത് ഞങ്ങൾ അതിനെ തടഞ്ഞു, ഇവിടെ ഒരു കുഴപ്പമില്ല, ആകാശത്ത് വെച്ച് അതിനെ പൊട്ടിച്ച് കളഞ്ഞു എന്നൊക്കെയാണ് അവർ സാധാരണ അടിച്ചു വിടാറുള്ളത്. പക്ഷേ ഇത് ലോകം അറിഞ്ഞുപോയി. ഒരുപാട് നാശനഷ്ടം ഉണ്ടായത് പൊട്ടിത്തെറിച്ചതായിട്ട് എല്ലാവരും അറിഞ്ഞതുകൊണ്ടാണ് അമ്മമാരിപ്പോൾ ഇതിനെതിരായിട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഹൂത്തികളയച്ച ഈ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ കഴിയാഞ്ഞതുകൊണ്ട് ഈ മിസൈൽ വീണുണ്ടാകുന്ന നാശം മാത്രമല്ല, അതിനുള്ളിലെ ഈ ബോംബുകൾ പൊട്ടിത്തെറിച്ച് അതിനാശവും ഉണ്ടായിരിക്കുന്നു എന്നുള്ള 2 പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇവന്മാരിപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ചിലപ്പോൾ അമ്മമാരും കൊണ്ടുപോയിട്ട് ഈ യമനി ഈ ബോംബ് ഉപയോഗിച്ചൊക്കെ അടുത്ത ദിവസം. പക്ഷേ ഇതുവരെ ഉപയോഗിച്ചതായിട്ട് റിപ്പോർട്ടുകളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഈ അയൺ ഡോം, താഡ് തുടങ്ങിയ ഈ മിസൈൽ വേദ സംവിധാനങ്ങൾക്ക് അതിവേഗതയുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ കഴിയില്ല എന്നൊരു പരാതി പൊതുവേ ഉള്ളതാണ്. അതുകൊണ്ട് ഈ സംവിധാനങ്ങളുടെ പഴയ ഹീറോയിസം ഒന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ആക്രമണത്തിന് ശേഷം പലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലി അധിനിവേശ ജാഫ പ്രദേശത്തെ ലോഡ് വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടത്തുമെന്ന് യഹിയാ സാരിയുടെ പ്രസ്താവന കൂടി പുറത്തു വന്നതോടുകൂടി ഈ വിമാനത്താവളം എങ്ങനെ സംരക്ഷിക്കും എന്നതും ജൂതന്മാർക്ക് വലിയൊരു പ്രശ്നമായിട്ടാണ് ഇപ്പം മാറിയിരിക്കുന്നത്. ഇനി യഹിയാ സാരി പറഞ്ഞതുപോലെ ഈ പലസ്തീൻ 2 എന്ന മിസൈൽ അയക്കുമ്പോൾ
അതിൽ ഈ ക്ലസ്റ്റർ വാർഹെഡുകൾ കൂടി ഘടിപ്പിച്ചാൽ ഈ വിമാനത്താവളത്തെക്കുറിച്ച് പിന്നെ അന്വേഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. ആ വിമാനത്താവളം കൊണ്ട് പിന്നെ യാതൊരു പ്രയോജനവും ഇല്ലാതാകാനാണ് സാധ്യത വളരെയുള്ളത്. ആ ഒരു ഭയവുമാരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ഹൂത്തികൾ നടത്തിയ ഈ ആക്രമണത്തിന് പകരമായിട്ട് ഇന്നലെ യമനിലെ സനയിൽ 40ഓളം F-35 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിഭയങ്കരമായ ആക്രമണമാണ് ഇസ്രായേലും തിരിച്ച് നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് 86 പേർക്ക് പരിക്കേറ്റതായിട്ടും ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് യമനിൽ നിന്നുള്ള തന്നെ റിപ്പോർട്ടാണ്. 92 പേർക്ക് മൊത്തത്തിൽ മരണവും പരിക്കുമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. യമൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ ഇസ്രായേൽ എത്രയധികം യമനെ ആക്രമിച്ചാലും ഗാസയുടെ മേലുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കാതെ ഞങ്ങളുടെ ആക്രമണം നിങ്ങൾക്ക് നിർത്താൻ കഴിയില്ല എന്നാണ് ഹൂത്തികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ആക്രമണം ഒന്നും പ്രശ്നമല്ല. അതുപോലെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. യമനികളെല്ലാം കൂടെ കൂടി ഒരു മുറിക്കാത്തിരുന്ന പാട്ടും കൂത്തും ബഹളമായിട്ടിരിക്കുകയാണ്. ഇവന്മാരിയ്ക്കുന്നതിൻ്റെ തൊട്ടു പുറയിൽ ഒരു മിസൈൽ വീണ് അവിടെ എല്ലാം തകരുന്നതാണ്. പക്ഷെ ഇവന്മാരൊന്നും കാര്യമാക്കാതെ പാട്ടും കൂത്തും ഡാൻസുമായിട്ട് കഴിയുക എന്ന് പറയുമ്പോൾ ഇവന്മാരൊക്കെ ഈ ചങ്കൂറ്റത്തിലാണ് നമ്മൾ കാശ് കൊടുക്കേണ്ടത്. ഇത്ര ധൈര്യമാണ് ഇവന്മാർക്ക്. അപ്പോൾ ഇസ്രായേലിൻ്റെ 40ലധികം വിമാനങ്ങളാണ് യമനിൽ ഇന്നലെ ആക്രമണം നടത്തിയത്. പക്ഷെ എന്നിട്ട് ഇവന്മാരുടെ പാട്ടും കൂത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മരിക്കാനൊന്നും ഇവന്മാർക്ക് യാതൊരുവിധ പേടിയില്ല എന്നുള്ളതാണ് വസ്തുത. മരിക്കാനുള്ള ഇവരെ കിട്ടുന്നില്ല കേട്ടോ, അതൊരു വേറെ സത്യമാണ്. കാരണം ഇവരെയൊന്നും ഈ ഇസ്രായേലി വിമാനങ്ങൾക്കൊന്നും കണ്ടുപിടിച്ച് കൊല്ലാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആയുധ ശേഖരങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെവിടെ നിന്ന് ആക്രമിക്കുന്നു എന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഇവരൊന്ന് നടത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ തിരിച്ചു വന്നിട്ട് മറ്റൊരു ആക്രമണം അങ്ങനെ നടത്തുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടെ നെതന്യാഹു പലതവണ ഹൂത്തികളുമായി ഒരു വെടിനിർത്തലിന് ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആക്രമണത്തിൽ നിങ്ങൾക്ക് ഇതുവരെ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടെങ്കിലും അതിനുള്ള മുഴുവൻ നഷ്ടപരിഹാരവും നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഞങ്ങളുമായിട്ടൊരു വെടിനിർത്തലിന് തയ്യാറാവൂ എന്ന് ഹൂത്തികളോട് കാല് പിടിച്ച് നെതന്യാഹു പലതവണ അഭ്യർത്ഥിച്ചതാണ്. അത് ട്രംപും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഹൂത്തികൾ ഒരിക്കൽ പോലും ഇതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ മറ്റു മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഗസയിൽ നിങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കാതെ ഞങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുമായി യാതൊരുവിധ കോംപ്രമൈസിനും തയ്യാറല്ല എന്നാണ്. ഇതൊരു ചങ്കൂറ്റം തന്നെയാണ്. സത്യത്തിൽ മറ്റ് അറബ് രാഷ്ട്രങ്ങളൊക്കെ ഈ ദരിദ്ര രാഷ്ട്രത്തെ കണ്ട് പഠിക്കേണ്ടതാണ്. സമ്പത്ത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഈ സമ്പത്ത് കൂടിയതുകൊണ്ടാണല്ലോ മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്ക് അവരുടെ നിലനിൽപ്പ് നോക്കിക്കൊണ്ട് ഈ അമേരിക്കയും ഇസ്രായേലിലേക്ക് അനുസരിക്കേണ്ടി വരുന്നതും അവർക്ക് ആയുധങ്ങൾ എത്തിക്കേണ്ടി വരുന്നതും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതുണ്ടാവുന്നില്ല. ഈ ഹൂത്തികളെയൊക്കെ സംബന്ധിച്ച് ശത്രുക്കളായി കണ്ടുകൊണ്ട് തന്നെ അവർ നേരിടുകയാണ്. അതിലുണ്ടാകുന്ന നഷ്ടമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും അവർ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സാധാരണ ഈ സൗദി അല്ലെങ്കിൽ UAE, ഖത്തർ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അവരവരുടെ സുഖസൗകര്യങ്ങൾ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവരാരും ഈ ഇസ്രായേലിനെതിരായിട്ടോ അമേരിക്കയ്ക്കെതിരായിട്ടോ ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനിടെ ഗസയിൽ നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ ആയുധങ്ങൾ അയക്കാത്തത് കൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന് വലിയ ആയുധക്ഷാമവും വന്നുപെട്ടിരിക്കുകയാണ്. അതിലുപരി ഹമാസിൻ്റെ അതിശക്തമായ ചെറുത്തുനിൽപ്പും നിരന്തരം ഈ ജൂത സൈനികർ കൊല്ലപ്പെടുന്നതും ഗാസ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഭയങ്കര ബുദ്ധിമുട്ടിലായി നിൽക്കുകയാണ്. ഇത് യുദ്ധപരാജയത്തിൻ്റെ സൂചനയായിട്ട് ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നുണ്ട്. അത്തരം വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവർക്ക് ഗസയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഈ സൈന്യത്തിനുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഹമാസുമായി ഒരു വെടിനിർത്തലിന് തയ്യാറാവുന്നതാണ് നല്ലത് എന്ന് നെതന്യാഹുവിനെ സൈനിക തലവൻ ഉൾപ്പെടെ പലരും ഉപദേശിച്ചിട്ടും ഈ നെതന്യാഹുവിനെ സംബന്ധിച്ച് അയാൾ ഒരു യുദ്ധവിജയം ഇപ്പോഴും സ്വപ്നം കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്താൻ അയാൾ ഒരു വിധത്തിലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇയാൾ ഈ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു വെടിനിർത്തലിനെ കുറിച്ച് അടുത്തെങ്ങും ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.